വടകര ദേശീയപാതയിൽ സീബ്ര ലൈനിലൂടെ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥികളെ ഒരു പ്രൈവറ്റ് ബസ് ഇടിക്കുന്ന CCTV ദൃശ്യം 24-ന് കിട്ടി. ഇന്നലെയുണ്ടായ അപകടത്തിൽ മണപ്പള്ളി ഗവൺമെൻറ് കോളേജിലെ 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വിദ്യാർത്ഥികളെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ഡ്രൈവറും കണ്ടക്ടറും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നതും ദൃശ്യങ്ങളുണ്ട്. ഇതേ ഓടുന്നു കണ്ട രണ്ടുപേരും, കണ്ടക്ടറുണ്ട് ഡ്രൈവറും ഉണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് സമീർ. ഈ ഓടിയ ആൾക്കാർ പോലീസിൻ്റെ വലയിൽ ചെന്ന് കയറിയോ? ഗുഡ് മോർണിംഗ് SKN. ഇതുവരെയും അവർ വലയിൽ ആയിട്ടില്ല. അവർക്കായി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. മണപ്പള്ളി കോളേജിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ഇതിൽ കോളേജിലെ 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 3 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവർ ഇപ്പോഴും ചികിത്സയിലാണ്. ഈ ഡ്രൈവറുടെ അശ്രദ്ധയാണ്. സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യുന്ന കുട്ടികൾക്ക് എതിരെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അവരെ ഇടിച്ചു തെറിപ്പിച്ചു. മാത്രമല്ല ഈ ബസ് പിന്നീട് അല്പം കൂടെ നീങ്ങിയ ശേഷം മാത്രമാണ് ബ്രേക്ക് ഇട്ടത്. അതിന് പിറകെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനോ മറ്റോ അല്ല ശ്രമിച്ചത്. ആ ഡ്രൈവറും അതുപോലെ തന്നെ കണ്ടക്ടറും ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അതുൾപ്പെടെ ഈ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസും നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബസ് ഉള്ളത് പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുകയാണ്. കണ്ണൂർ തൃശ്ശൂർ റൂട്ടിലോടുന്ന അയ്യപ്പൻ ബസ്സാണ് ഇന്നലെ അപകടമുണ്ടാക്കിയത്. അപകടശേഷം ഓടി രക്ഷപ്പെട്ട ഈ 2 പേർക്കും, ഡ്രൈവറും അതുപോലെ കണ്ടക്ടർക്കും വേണ്ടിയിട്ടുള്ള പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് SKN. ഓക്കെ, താങ്ക് യു സമീർ സി മുഹമ്മദ്.